ഇസ്രായേലിനെ കത്തിക്കാൻ വേണ്ടി ഇറാൻ മുന്നോട്ട് ഇറങ്ങി എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ? എല്ലാ അയൺ ഡോം അമേരിക്കയുടെ എല്ലാ സംവിധാനത്തെയും ഇസ്രായേലിൻ്റെ എല്ലാ സംവിധാനവും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇറാൻ. ഈ ഒരു സാഹചര്യത്തിലുണ്ടല്ലോ ഇറാൻ ഏത് നിമിഷവും ടെലവീവിലേക്ക് ബമ്പർ ആക്രമണം നടത്തിവിടാനുള്ള സാധ്യത 100% ഉറപ്പാണ്. കാരണം എന്താ അറിയോ? അമേരിക്കക്ക് പൊള്ളണമെങ്കിൽ, അമേരിക്കക്ക് നോവണമെങ്കിൽ അത് ഇസ്രായേലിനെ അടിക്കണം എന്ന് ഇറാൻ മനസ്സിലാക്കി കഴിഞ്ഞുള്ള. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് നമുക്ക് എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമുക്കറിയുന്ന രൂപത്തിൽ സംസാരിക്കുക, അറിയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എത്തിക്കുക ചെയ്യുക. വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എല്ലാ കാര്യങ്ങളും പോവുക. ഏത് നിമിഷം ടെലവീവിലേക്ക് ഇറാൻ്റെ അക്രമം അതിരൂക്ഷമായിട്ടുള്ള അക്രമം നടക്കും. ഒരു സംശയക്കാര്യത്തിന് വേണ്ട. അമേരിക്കയെ പൊള്ളണമെങ്കിൽ ഇറാന് ഇസ്രായേലിനെ അടിക്കണം. ആ രൂപത്തിൽ അതുപോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് അടിച്ചിട്ട് കാര്യമല്ല. അങ്ങനെ അടിക്കിയ ഗൾഫ് രാജ്യങ്ങൾ നശിക്കിയ സമയത്ത് അമേരിക്ക ചിരിക്കുക ചെയ്യുന്നത്. കാരണം അറിയോ? ഗൾഫ് രാജ്യങ്ങൾ അടിച്ച് അയൺ ഡോമുകളും സംവിധാനം മിസൈൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഏകദേശം 80 അമേരിക്കയുടെ എല്ലാ സംഗതികളും അയൺ ഡോമുകൾ മിസൈൽ കേന്ദ്രങ്ങൾ സകലതും ഇറാൻ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അവിടെ പോയി മുക്കും. അത് ആർക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. കാരണം ഇസ്രായേൽ ആയതുകൊണ്ടാണ് പതുങ്ങി നിൽക്കുന്നത്. പൂച്ചലമാർ ഞങ്ങളൊന്നിനുള്ളിൽ ഈ യുദ്ധങ്ങളോ എല്ലാ തന്ത്രങ്ങളും അമേരിക്ക കരാറ് വരെ എന്താ പറയുക, യുദ്ധക്കരാറ് വരെ ലംഘിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ അടിച്ചാൽ മാത്രമേ അമേരിക്കയിൽ പൊള്ളൂ. അത് 100% ഇറാൻ മനസ്സിലാക്കിയെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഞങ്ങൾ പെട്രോളും ഞങ്ങളെ ഉപരോധങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയും കാര്യങ്ങളൊന്നും ഓലും വിൽക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ഇറാൻ എത്തി. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ഈ ഓർമോസ് കടൽ, ചെങ്കടൽ, അതേപോലെ ബാബിൽ ബന്ദ്, ഈ 3 തുറമുഖങ്ങളും അടിക്കാനുള്ള ഊതികളെ വെച്ചെങ്ങാൻ അടിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചു. ഈ കാര്യങ്ങൾ ഇറാൻ അങ്ങ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കാര്യങ്ങൾ കൈവിട്ടു പോവും. അമേരിക്ക കിളിപ്പോവും. ട്രംപിന് അല്ലാത്തന്നെ കിളിപ്പോയിക്ക്. ഇറാൻ വിടുന്ന മിസൈലുകൾ, ഇറാൻ്റെ മിസൈലുകൾ പോയി പതിക്കുന്നത് വളരെ കറക്റ്റായിട്ട്. കാരണം ഇതാണ് സ്പോട്ട് വെച്ചാൽ ഈ സ്പോട്ടിൽ തന്നെ പോയി വിൽക്കുന്നുണ്ട് മിസൈലുകൾ. ഇറാൻ്റെ മിസൈലുകൾ അവിടെ പൂർണ്ണമായി തകരുന്നുണ്ട്. അത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ അടിച്ചാൽ മാത്രമേ എന്താവും ഇറാൻ ജയിക്കാൻ പറ്റൂ. ആർക്ക് നോവണം? ഇസ്രായേൽ നോവണം. ആ ഒരു ചിന്തയിലേക്ക് ആരെത്തിപ്പെട്ടു? ഇറാൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇറാൻ സംസാര വിഷയം അതാണ്. ഇസ്രായേൽ അടിക്കാനാണ് പറയുന്നത്. അമേരിക്ക ഡയറക്റ്റ് അടിക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ്റെ വശത്തുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊടുക്കുക. ഏത് സമയം അമേരിക്കയിലേക്കും അടിക്കാനുള്ള ഇറാൻ മിസൈൽ അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ അണിയറകൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടും പുറത്തേക്ക് വന്നുകൊടുക്കുക. കാരണം അറിയോ? ഇറാൻ്റെ കൈവശത്ത് അമേരിക്കയെ വരെ തകർക്കാനുള്ള, അമേരിക്കയ്ക്കൊക്കെ മിസൈൽ അയക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. ഏതായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ. താങ്ക് യു വെരി മച്ച്.